എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ കുറച്ച് സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് വന്നേക്കണേ. സാധനം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ കൊറോണ വന്ന സമയത്ത്, കൊറോണ കാലത്ത് ആണല്ലോ കുറേ കലാകാരന്മാരും കലാകാരികളൊക്കെ ഉണ്ടായത്. ആ സമയത്തൊക്കെ എല്ലാവരും ചുമ്മാ വീട്ടിലിരുന്ന സമയത്ത് യൂട്യൂബ് നോക്കി എന്തെല്ലാം ആർട്ട് വർക്ക്, ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നല്ലേ. ഇപ്പം ആർക്കും സമയമില്ല. ഇപ്പം എല്ലാവരും പഴയതുപോലെ ജോലിക്കുമൊക്കെ പോകണമായിരുന്നു, ആർക്കും ഒന്നിനും സമയമില്ല. അപ്പം അന്നേരം ഞാനും ഇതുപോലെ വീട്ടിലിരുന്ന് കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ പോയി കേട്ടോ. അതിനകത്ത് കുറച്ച് നല്ല നല്ല എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ചുമ്മാ രസമാവും. അപ്പോൾ ഞാൻ ബോട്ടിൽ വർക്കാട്ടോ അധികം ചെയ്തായിരുന്നത്. ബോട്ടിൽ വർക്ക് അത് യൂട്യൂബ് നോക്കി, കുറേയൊക്കെ യൂട്യൂബ് നോക്കി, പിന്നെ കുറേയൊക്കെ ചുമ്മാ നമ്മളുടെ ഇതിൽ തോന്നണ പോലെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ. ആദ്യം തന്നെ ഇത് കണ്ടോ, ഇതിനകത്തൊരു ഫോട്ടോ ഉണ്ട് കണ്ടോ, എൻ്റെ അപ്പൂസിൻ്റെ ഫോട്ടോ ഞാൻ ഇതിനകത്ത്, ഇത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയായിരുന്നു. അപ്പോൾ അത് വെട്ടി ഒരു ഇതൊക്കെ ആക്കി ഇതിനകത്ത് ഇറക്കി വെച്ചു കണ്ടോ. ഇത് നമ്മൾ ഈ കമ്പിളി നൂലില്ലേ, അതുപോലത്തെ നൂല്. പിന്നെ ഇത് ചാക്കുനൂല്. അതുപോലെ ഇതിനകത്ത് കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പൊളിഞ്ഞു പോയി കണ്ടോ. ഇത് ഞാൻ ഇവിടെ അടച്ചു വച്ചേക്കുക, മുത്തൊക്കെ പിടിപ്പിച്ച്. ഇതുപോലെ മുത്ത് ചുറ്റിനും ഉണ്ടായിരുന്നു, അതെല്ലാം കുറേയൊക്കെ പോയി. പിന്നെ കണ്ടോ, അപ്പൂസിനെ കുപ്പിയിൽ ഇറക്കി വെച്ചിട്ടാണ് ഞാൻ. അതുപോലെ വേറൊരു കുപ്പി, ഇതൊരു ബിയർ കുപ്പിയാണ്, നീല കുപ്പിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ മറ്റേ തണ്ണിമത്തൻ്റെ കുരു ഉണ്ടല്ലോ, തണ്ണിമത്തൻ്റെ കുരു ഒട്ടിച്ച് അതിനകത്ത് പെയിൻറ് ചെയ്ത്, കുപ്പിയുടെ ഭംഗിയൊക്കെ പോയി. പിന്നെ അത് മറ്റേ ഫാബ്രിക് പെയിൻറ് വെച്ചിട്ട് ഇലയും ഒക്കെ വരച്ചു. ആ വിത്തിൽ തണ്ണിമത്തൻ്റെ കുരുവിൽ പെയിൻറ് ചെയ്ത് ഒരു ഫ്ലവർ പോലെയാക്കി. നല്ല ഭംഗിയായിരുന്നു അന്നൊക്കെ കാണാം. പിന്നെ അത് ഇപ്പോൾ ഒത്തിരി വർഷമായില്ലേ, ആകെ പോയി. അതുപോലെ ഇതും ഒരു കുപ്പിയായിരുന്നു കേട്ടോ. ഇതിനകത്തെല്ലാം പോയി. ഇവിടെയൊക്കെ കുറേ ഉണ്ടായിരുന്നു, അതെല്ലാം പൊളിഞ്ഞു പോയി കാണും. അതുപോലെ നൂലില്ലേ, ചാക്കുനൂല്. ഇത് സാധാ കമ്പിളി നൂല്. നല്ല രസമായിരുന്നു കാണാൻ, പക്ഷെ എല്ലാം പോയി. അതുപോലെ വേറൊരു കുപ്പി, ഇതും പോയിട്ടോ ആകെ. ഇത് നല്ല രസമായിരുന്നു കാണാൻ കണ്ടോ. മുത്തൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്, അടിയിൽ ലൈസൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയായിരുന്നു. പക്ഷെ എല്ലാം പോയി. നോക്കാതെ വെച്ചുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒരു വാടക വീട്ടിൽ നിന്ന് അപ്പുറം വാടകയിലേക്ക്, അപ്പുറം വാടക വീട്ടിൽ നിന്ന് ഇപ്പുറം വാടകയിലേക്ക്, ഇങ്ങനെ മാറി എല്ലാം പോയി. കുറേ ഒന്നും കൊണ്ടുവന്നില്ല. കൊണ്ടുവരാനുള്ള പാട് കാരണം അതൊക്കെ കുറേയൊക്കെ അവിടെ ഇട്ടിട്ട് പോന്നു. പിന്നെ കുറേയൊക്കെ പോയി. പിന്നെ അതുപോലെ ഇത് കണ്ടോ, ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി ചെയ്താട്ടോ. ഇത് മറ്റേ പേപ്പർ, ഇതാണ് കാണാൻ പറ്റുന്നത്. പേപ്പർ കാപ്പിപ്പൊടിയിൽ മുക്കിയിട്ട് ഉണക്കി, അതിൻ്റെ സൈഡ് പേപ്പർ കീറിയെടുത്ത്, പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്തിച്ച് പതുക്കെ ഇങ്ങനെ ആക്കി കുപ്പിയിലൊട്ടിച്ച്, അതിൻ്റെ മേലിൽ കൂടെ ഗ്ലൈസിങ് വരാൻ വേണ്ടിയിട്ട് പോളിഷിങ് ഒക്കെ ചെയ്ത്. ഇത് നൂലൊക്കെ പോയി, നൂലൊക്കെ ചെത്തി സൈഡിൽ ഒക്കെ ഓപ്പൺ കേട്ടോ. വെറുതെ ഒരു രസം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാവരും ചോദിക്കാറുണ്ട്, ഇതെന്താ സംഭവം വന്നു കഴിയുമ്പോൾ, ഇവിടെ ആദ്യം വന്നു കഴിയുമ്പോൾ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ അടുത്ത കുപ്പി കേട്ടോ, ഇതും എല്ലാവരും ചോദിക്കാറുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഒരെണ്ണം ചെയ്യാം. ഇതും നീല ഒരു ബീറിൻ്റെ കുപ്പിയായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ മുട്ടത്തൊണ്ടിൽ പെയിൻ്റ് അടിച്ച് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒട്ടിച്ച് വെച്ചേക്കണം. നല്ല ഭംഗിയിൽ എല്ലാവരും വരുമ്പോൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് നല്ല കളറാണ് കേട്ടോ ഇതിന്. പക്ഷേ ഈ വീഡിയോയിൽ വരുമ്പോൾ വലിയ കളറ് കാണുന്നില്ല. അത് നോക്കാം, എന്താ
അപ്പോൾ ഇതെല്ലാവരും വരുമ്പോൾ ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കി, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, സൂപ്പറാണോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്പം അതിന് ഗ്ലാമറൊക്കെ പോയി കേട്ടോ, ഭംഗിയൊക്കെ പോയി. ഇപ്പം ഇത്രേ ഉള്ളൂ കയ്യിൽ, ബാക്കിയെല്ലാം കുറേ അവിടെ നിന്ന് എടുത്തില്ല, കുറേ പൊട്ടിപ്പോയി, അങ്ങനെയൊക്കെ പോയായിരുന്നു. എനിക്കിത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് കാരണം ഞാൻ ഇത് ഷോക്കേസിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ കൊറോണ കാലത്ത് എന്തോരം കലാകാരന്മാരുണ്ടായ, ഈ പറഞ്ഞ ഞാനും ഉൾപ്പെടെ ഉണ്ടായി. കലാകാരിയൊന്നുമല്ല, എന്നാലും യൂട്യൂബൊക്കെ നോക്കി സ്വന്തമായിട്ടും ചുമ്മാ ഓരോന്നൊക്കെ ചെയ്യാനൊക്കെ അന്ന് പഠിച്ചു. അതിനുശേഷം ആരും അങ്ങനെ ഇപ്പോൾ ഒന്നും എല്ലാവരും തിരക്കല്ലേ, അപ്പോൾ ആരും ഒന്നും അങ്ങനെ ഒന്നും ചെയ്യണില്ല. എന്തായാലും എനിക്ക് ഇത് രണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ കളയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു കുഞ്ഞു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ പറയാനുള്ളത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് തീരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി വീണ്ടും കാണാം. ടാറ്റാ.